ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേഷ്യോ ആണ്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ആൻഡ് ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ രണ്ട് ഐറ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസും അതുപോലെ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിളും. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആരാണോ ബോറോ ചെയ്തിട്ടുള്ളത്, എമൗണ്ട് ലെൻഡ് ചെയ്തിട്ടുള്ളത് ആരാണോ, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ കടം മേടിച്ചിട്ടുള്ളത് അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. സോ ഒരു ഓർഗനൈസേഷനുള്ള മൊത്തത്തിലുള്ള ക്രെഡിറ്റേഴ്സ്, അതുപോലെ അവരുടെ ആവറേജ്, ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ, ഓർഗനൈസേഷന് കൊടുക്കാനുള്ള ബിൽസ് പേയബിൾ, അതുപോലെ ക്രെഡിറ്റേഴ്സ്. സോ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിളും അതുപോലെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് പർച്ചേസുകൾ, എത്രത്തോളം ക്രെഡിറ്റ് പർച്ചേസ് ഓർഗനൈസേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിലേഷൻഷിപ്പാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ്. അപ്പോൾ ഈ റേഷ്യോ ഒരു ഓർഗനൈസേഷൻ എത്ര പ്രാവശ്യമാണ് ഒരു ഇയറിൽ അവരുടെ ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്യുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ദിസ് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് ആസ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള മൊത്തത്തിന് ക്യാഷ് പർച്ചേസ് അല്ലാതെ കടത്തിന് മേടിച്ചിട്ടുള്ള ഗുഡ്സ് ആണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷനുള്ള ക്രെഡിറ്റേഴ്സ് അതുപോലെ ബിൽസ് പേയബിൾ അതിൻ്റെ ആവറേജ് രണ്ടും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഫോർമുല. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ്. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ഓർഗനൈസേഷൻ്റെ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണോ അതിൽ നിന്നും ആ പർച്ചേസ് ചെയ്തതിൽ നിന്നും എന്തൊക്കെ പർച്ചേസ് റിട്ടേൺ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് കിട്ടും. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടാൻ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് ഇഫ് ദർ ഈസ് എനി പർച്ചേസ് റിട്ടേൺസ് ഡിഡക്റ്റ് ഇറ്റ്. അപ്പോൾ ഇനി ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്താണ്? നമുക്ക് ടോട്ടൽ പർച്ചേസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ പർച്ചേസിൽ നിന്നും ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ക്യാഷ് പർച്ചേസ് നമുക്ക് കിട്ടും. ഇനി ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ബൈ 2. ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ക്ലോസിങ്ങും ക്രെഡിറ്റേഴ്സിൻ്റെ ആവറേജ് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഇനി ആവറേജ് ബിൽസ് പേയബിളും അതുപോലെ തന്നെയാണ്, ഓപ്പണിംഗ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ട പോലെ നമുക്ക് രണ്ട് ഐറ്റവും തന്നിട്ട് നമുക്ക് ഓൺലി ക്ലോസിങ് ആയിട്ടേ തന്നിട്ടുള്ള, ഓപ്പണിങ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ക്ലോസിങ് മാത്രം കൺസിഡർ ചെയ്താൽ മതി ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആവറേജ് എടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ്. ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് ഏജ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഇവിടെ ആവറേജ് ഏജ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ് കേട്ടോ. ആവറേജ് ഏജ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് മീൻസ് ദ ക്രെഡിറ്റ് പീരിയഡ് എൻജോയ്ഡ് ബൈ ദ ഫേം ഇൻ പേയിങ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. ഇവിടെ ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത് അവരുടെ ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്യാനുള്ള ടൈമാണ്. സോ ഓർഗനൈസേഷൻ്റെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിലെ ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ആണ്. അല്ലെങ്കിൽ എത്ര പീരിയഡാണ് ക്രെഡിറ്റേഴ്സ് അവർക്ക് ക്രെഡിറ്റ് എൻജോയ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ കടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കടം തിരിച്ചടക്കാൻ വേണ്ടി നമുക്ക് എത്ര ടൈം പീരിയഡ് കിട്ടും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പീരിയഡിനെയാണ് ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറയാം. ഇറ്റ് മീൻസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഡേയ്സിലോ മന്ത്സിലോ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് കാണാനുള്ള ഫോർമുല 360 or 12 ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡേയ്സിലാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ 360 ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി നമുക്ക് മന്തിലാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ 12 ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ.
ഓർ ആവറേജ് ക്രെഡിറ്റേഴ്സ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365 എന്ന് ചെയ്താലും നമുക്ക് ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് കിട്ടും. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണുന്നത്? ദ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ എ ഇയർ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് ഒരു വർഷത്തിൽ എത്ര തവണ നമ്മൾ ഈ ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റാണി ലിമിറ്റഡ് പർച്ചേസസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടേംസ് ഫ്രം ദ ഫോളോവിങ് കാൽക്കുലേറ്റ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ക്രെഡിറ്റ് ടേംസിൽ റാണി ലിമിറ്റഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗിവൺ ടോട്ടൽ പർച്ചേസസ് 4,20,000, ക്യാഷ് പർച്ചേസ് 40,000, purchase returns 20,000, creditors at the end of the year 70,000, bills payable at the end of the year 10,000, provision for discount on creditors 3,750. അപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഫോർമുല നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കിട്ടണം? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടണം. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്താണെന്ന് പറഞ്ഞു. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ്. അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ് എന്ന് ആദ്യം ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നും നമുക്ക് കിട്ടുന്നതിന് പർച്ചേസ് റിട്ടേണും കുറക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ടോട്ടൽ പർച്ചേസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 4,20,000 തന്നിട്ടുണ്ട്. അതിൽ നിന്നും ക്യാഷ് പർച്ചേസ്, മൊത്തത്തിൽ ഓർഗനൈസേഷൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് 4,20,000 ആണ്. പക്ഷെ അതിൽ 40,000 രൂപ ക്യാഷ് പർച്ചേസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ക്രെഡിറ്റ് പർച്ചേസ് മാത്രം മതി. അപ്പോൾ 4,20,000 നിന്നും ക്യാഷ് പർച്ചേസ് ആയിട്ടുള്ള 40,000 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. അപ്പോൾ 4,20,000 മൈനസ് 40,000 നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അതിൽ നിന്നും പർച്ചേസ് റിട്ടേൺ ആയിട്ടുള്ള 20,000 കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. സോ 4,20,000 മൈനസ് 40,000 മൈനസ് 20,000 ഇസ് ഈക്വൽ ടു 3,60,000 ആണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. ഇനി നമുക്ക് വേണ്ടത് ആവറേജ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 70,000 തന്നിട്ടുണ്ട്. അതുപോലെ ബിൽസ് പേയബിൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 10,000 തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും ക്ലോസിങ് എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. സോ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഇസ് ഈക്വൽ ടു 70,000 പ്ലസ് 10,000 ഇസ് ഈക്വൽ ടു 80,000. ഇനി ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇസ് ഈക്വൽ ടു 3,60,000 ബൈ 80,000. അപ്പോൾ രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 4.5 ടൈംസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സിനെ 4.5 ടൈംസ് ആണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡേയ്സിലാണെങ്കിൽ 360 ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ 360 ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 4.5 ടൈംസ് ആണ്. സോ 360 ബൈ 4.5 ഈസ് ഈക്വൽ ടു 80 ഡേയ്സ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ദിസ് റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള സെയിൽസ് അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് കാണിക്കുന്ന റേഷ്യോനാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. This ratio shows how many times the working capital is turned over to generate sales. ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കാണിക്കുന്ന റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ചിലപ്പോൾ നമ്മളിവിടെ സെയിൽസിന് പകരം കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസും എടുക്കാറുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്ലൈഡിൽ മിസ്റ്റേക്കാണ്. The working capital turnover ratio indicates whether the working capital is effectively used in making sales. നമ്മളെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എഫക്റ്റീവായിട്ട് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഹയർ ദ റേഷ്യോ ബെറ്റർ ദ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഹയർ ആണെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടാണ് നമ്മൾ
വർക്കിംഗ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. നമുക്കിങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ, കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഗിവൺ സെയിൽസ് 5,75,000, സെയിൽസ് റിട്ടേൺസ് 15,000, കറണ്ട് അസറ്റ്സ് 2 lakh, കറണ്ട് ലയബിലിറ്റീസ് 1,20,000. അപ്പോൾ നമ്മൾ കാണാം വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് എന്താണ്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ നമുക്ക് 5,75,000 മൈനസ് സെയിൽസ് റിട്ടേൺ 15,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. സോ 5,75,000 മൈനസ് 15,000 ഈസ് ഈക്വൽ ടു 5,60,000. എപ്പോഴും നെറ്റ് സെയിൽ എന്ന് പറയുന്നത് ടോട്ടൽ സെയിലിൽ നിന്നും റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നെറ്റ് ഫിഗർ കിട്ടുക. അപ്പോൾ നെറ്റ് സെയിൽ നമുക്ക് 5,60,000 കിട്ടി. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടണം. അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സോ കറണ്ട് അസറ്റ് 2 lakh മൈനസ് കറണ്ട് ലയബിലിറ്റി 1,20,000 ഈസ് ഈക്വൽ ടു 80,000. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 5,60,000 ബൈ 80,000 ഈസ് ഈക്വൽ ടു 7 times. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റൊട്ടേറ്റഡ് 7 times ഓൺ ആൻ ആവറേജ് ടു ജനറേറ്റ് സെയിൽസ്. ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ 7 തവണ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, താങ്ക് യു.